ഹായ് സോൾ സുഭാഷ് ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് ആണ്. അവരുടെ ഇന്നത്തെ ചിന്ത എന്താണ്, അവരെന്താണ് പ്ലാൻ ചെയ്യുന്നത് ഒക്കെ അവരുടെ കറണ്ട് ഫീലിംഗ് ആണ്. ഫസ്റ്റ് കാർഡ് Two of Cups, സെക്കൻഡ് കാർഡ് ദ Emperor. 1 second. Two of Swords ആണ് ആൻഡ് 6 of Pentacles, 5 of Wands, 4 of Swords, 3 of Wands. ബോട്ടം ഓഫ് ഡെക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് വാൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് വന്നിരിക്കുന്ന ക്യൂൻ ഓഫ് കപ്സ് ആണ്. ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ നിങ്ങളുടെ എന്താ പറയുക വാട്സപ്പിലാവട്ടെ, ഇൻസ്റ്റാഗ്രാമിലാവട്ടെ, ഫേസ്ബുക്കിലാവട്ടെ നിരീക്ഷിക്കുന്നുണ്ട് നിങ്ങളെ. മാത്രമല്ല ദ എംപററാണ് വന്നിരിക്കുന്നത്. എംപറർ എന്ന് പറഞ്ഞാൽ ഈഗോസ്റ്റിക് പേഴ്സൺ ആണ്, ഭയങ്കര ഈഗോസ്റ്റിക് ആണ്. പിന്നെ എന്ത് തീരുമാനവും പെട്ടെന്ന് എടുക്കാനുള്ളൊരു മെജോറിറ്റി ഉള്ളൊരു ആളുകളാണ്. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞാൽ അവരെന്തോ യാത്ര പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു. ഇതിലിപ്പോൾ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുമായിട്ട് കോൺഫ്ലിക്റ്റ് നടന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ആ ഒരു കോൺഫ്ലിക്റ്റിൽ അവർക്കിപ്പോൾ മതിയായി. അതായത് ഇതിൽ തേർഡ് പാർട്ടി ഉണ്ടെന്ന് തോന്നുന്നു. തേർഡ് പാർട്ടീൻ്റെ ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ തേർഡ് പാർട്ടി ഉണ്ടെന്ന് തോന്നുന്നു. തേർഡ് പാർട്ടിയായിട്ടാണ് തോന്നുന്നു കോൺഫ്ലിക്റ്റ്. അതായത് തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ജോലി ആയിരിക്കാം, വേറൊരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ വേറൊരു അവരുടെ വീട്ടുകാരോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം. അവരായിട്ട് നല്ല കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്യൂൻ ഓഫ് സോർട്സ് എന്ന് പറഞ്ഞാൽ അവർ എന്താ പറയുക നിർദ്ദേശങ്ങൾ അവർ കൊടുക്കുന്നുണ്ട്, പക്ഷേ അവർ കേൾക്കുന്നില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഈ ഒരു മെജോറിറ്റി ആൾക്കാർക്കുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെയെന്ന് പറഞ്ഞാൽ അയാൾ ഇപ്പോൾ റെസ്റ്റ് എടുക്കുകയാണ്. ഇപ്പോൾ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെയ്തതിന് ശേഷം റെസ്റ്റ് എടുക്കുകയാണ്. അവരായിട്ടുള്ള കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ ഇരുന്ന് ആലോചിക്കുകയാണ്. ഏതായിരുന്നു നല്ലത്, ഇതാണോ അതാണോ, ഏതായിരുന്നു നല്ലത് എന്നുള്ളൊരു മറ്റെന്താ പറയുക ജഡ്ജ്മെൻറ്റ് ചെയ്തിട്ട് അവർ മെഡിറ്റേഷൻ രീതിയിൽ ഇരിക്കുകയാണ്. മാത്രമല്ല അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ നല്ല ഉറച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ഉറച്ച തീരുമാനം നിങ്ങളാണ്, നിങ്ങൾ ചൂസ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. മാത്രമല്ല ഈ മജിഷ്യൻ കാർഡാണ് വന്നിരിക്കുന്നത്. മജിഷ്യൻ കാർഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, എന്താ പറയുക മാനിഫെസ്റ്റിൻ്റെ കാർഡാണ്. അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ അല്ല, ആ പേഴ്സൻ്റെയും നിങ്ങളുടെയും സിറ്റുവേഷൻ. മാത്രമല്ല ഇപ്പോൾ അവർ ഷെയർ ചെയ്യായിരുന്നു, നിങ്ങൾക്ക് തരേണ്ട സ്നേഹം അവർ തേർഡ് പാർട്ടിക്ക് കൊടുത്തു. ഓക്കെ, ആ തേർഡ് പാർട്ടിക്ക് കൊടുത്തപ്പം തേർഡ് പാർട്ടി എന്ത് ചെയ്തു, തേർഡ് പാർട്ടിക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ തേർഡ് പാർട്ടി എന്ത് ചെയ്തു, ഒരു ചവിട്ട് അങ്ങോട്ട് കൊടുത്തു. ചവിട്ടല്ല, ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ട് ഉള്ളൊരു സിറ്റുവേഷനിലേക്ക് മാറി. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ ആളുകളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കുടുംബമായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവരിങ്ങനെ നിൽക്കുന്ന ഒരു രീതിയിലാണ് ഇവിടെ ഇപ്പോൾ കാണിക്കുന്നത്. ഈ ചുവന്ന ആളാണ് അവർ, ബാക്കിയുള്ളവരൊക്കെ അവരെ വിലങ്ങ് വെക്കുകയാണ്. വിലങ്ങ് വെക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താ പറയുക തിരിയാനും മറിയാനും കഴിയാത്ത അവസ്ഥ, ആ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ പിന്നീട് ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞതിന് ശേഷം അവരെന്തായാലും കിടന്ന് ആലോചിക്കുകയാണ്, എന്തായിരുന്നു ശരി, ഏതായിരുന്നു തെറ്റ്, നിങ്ങളായിരുന്നോ ശരി അല്ലെങ്കിൽ അവരായിരുന്നോ തെറ്റ്, അങ്ങനെ അവർ ജഡ്ജ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ജഡ്ജ്മെൻറ്റ് ചെയ്തു, അതിൻ്റെ ശേഷം അവരെടുക്കുന്ന തീരുമാനം ഉറച്ചൊരു തീരുമാനമാണ് നിങ്ങളെയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്.
ഓക്കെ, ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോഴത്തെ ആ ഒരു രീതി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇപ്പോൾ മെജോറിറ്റി ആളുകളും ഭയങ്കര ഈഗോസ്റ്റിക് ആയിരുന്നു. ആ ഈഗോ അങ്ങോട്ട് ഷാൾട്ടറായി. പിന്നെ അത് മനസ്സിലായി അവർക്ക് ഈഗോ ആയിരുന്നു എന്നുള്ളത്. ചിലർക്ക് ഈഗോ പോയിട്ടില്ല, കുറച്ചും കൂടെ ഈഗോ ഉണ്ട്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ്. വരണം എന്നുണ്ട്, വരണ്ടെന്നുണ്ട്. ചിലർ വരും, വന്ന് സംസാരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലരുത്, അവരിങ്ങോട്ടേക്ക് വരട്ടെ. ഓക്കെ, നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവർക്ക് ഭയങ്കര ഇതായിരിക്കും. കാരണം നമ്മളുടെ എനർജി എപ്പോഴും ക്യൂൻ ഓഫ് എനർജി ആയിരിക്കണം, അവരുടേത് കിങ്ങും ആയിരിക്കണം. അപ്പോൾ നമ്മൾ ബാലൻസിൽ ആ ഒരു എനർജി കൊണ്ടുവരുമ്പോഴേ ഇതാക്കുള്ളൂ. ഇതിപ്പോൾ ട്വിൻ ഫ്ലെയിം ജേണീൻ്റെതായാലും അല്ലാത്തതും ആയാലും അങ്ങനെ തന്നെയാണ്. ട്വിൻ ഫ്ലെയിം ജേണിയിൽ ഏറ്റവും പ്രധാനം അങ്ങനെയാണ്, ബാലൻസിൽ കൊണ്ടുവരണം. നമ്മളുടെ എനർജിയും ഇതൊക്കെ ബാലൻസിൽ കൊണ്ടുവരണം, എന്നാലേ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും. ഓക്കെ, അപ്പോൾ താങ്ക് യു, ഗോഡ് ബ്ലസ് യു ഓൾ. ഞാൻ ലൈവിൽ വരാൻ നോക്കാം എന്ന് ഞാനിങ്ങനെ പറയുന്നുണ്ട്. ലൈവിൽ വരാൻ സമയം കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ, നോമ്പൊക്കെ അല്ലേ. അപ്പോൾ അതാണ് കേട്ടോ. ഓക്കെ.